പ്രശ്നം എന്ന് പറയുന്നത് വേലുനായ്ക്കരുടെ ഹിന്ദിയാണ്. പറയാൻ പോകുന്നത് നായകൻ സിനിമയിൽ കമൽഹാസൻ ചെയ്തിരിക്കുന്ന വേലുനായ്ക്കർ എന്ന് പറയുന്ന ഒരു റോളിനെ പറ്റിയിട്ടാണ്. അതായത് ഈ വേലുനായ്ക്കരുടെ റോള് അന്നത്തെ കാലത്ത് ബോംബെ അധോലോകത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഛോട്ടാരാജൻ, ബഡാരാജൻ, ദാവൂദ് ഇബ്രാഹിം, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് സിഗ്നിഫിക്കൻ്റായ ഒരു ഐക്കൺ ആയി മാറിയ വരദരാജ മുതലിയാരുടെ ലൈഫിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് കമൽഹാസൻ ഇതിൽ ചെയ്തിരിക്കുന്ന വേലുനായ്ക്കർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇതിൻ്റെ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു 10ൽ 10 ഒരു മൂവി എന്നൊക്കെ പറയാവുന്ന സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും റിലീസിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പടം കണ്ടപ്പോൾ ആലോചിക്കുമായിരുന്നു. അതായത് ഒരു 12-13 വയസ്സിൽ സ്വന്തം അച്ഛനെ കൊല്ലുന്ന പോലീസുകാരനെ കുത്തിക്കൊന്നിട്ട് ബോംബെയിലേക്ക് നാടുവിടുന്ന വേലുനായ്ക്കർ, കള്ളക്കടത്ത് ടീമിന് വേണ്ടിയിട്ട് സാധനങ്ങൾ, ചരക്ക് കപ്പലുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സംഘങ്ങളിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ പുള്ളി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ നായകനെ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ പിന്നീട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആര്യൻ, അഭിമന്യു, അങ്ങനെ കുറേ പടങ്ങൾ മലയാളത്തിൽ തന്നെയാണെങ്കിൽ ഈ നായകൻ്റെ ചൂട് പിടിച്ച് അങ്ങനെ പടം എടുത്തിട്ടുണ്ട്. നായകൻ തന്നെ നമ്മുടെ ഗോഡ് ഫാദർ സിനിമയുടെ ഒരു അഡാപ്റ്റേഷനാണെന്നാണ് പലയിടത്തും പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഗ്യാങ് ലീഡർ പടങ്ങളൊക്കെ ഈ കൊപ്പോലയുടെ ഗോഡ് ഫാദറിൻ്റെ ഒരു അഡാപ്റ്റേഷൻസ് ആയിട്ട് ആളുകൾ പറയാറുണ്ട്. അതുപോലെ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ മൂവീസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസിൽ ഒരു ഗാങ്സ്റ്റർ പടം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരുപാട് അഡാപ്റ്റേഷൻസ് വരുന്നു എന്നുള്ളൊരു സാധനം. അപ്പോൾ ഇതൊരു കോർ ടെക്സ്റ്റ് എന്നുള്ള രീതിയിലൊരു പടമാണ്. ഇതിലെ ഹിന്ദി പടം കാണുന്നവർക്ക് മനസ്സിലാവും. അതായത് 12-13 വയസ്സിൽ ബോംബെയിൽ വന്ന വേലുനായ്ക്കർ ഒരു 40 വയസ്സിലും അല്ലെങ്കിൽ ഒരു 30 വയസ്സിലും 50 വയസ്സിലും എല്ലാം ഹിന്ദി പറയാൻ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഡൽഹി ഗണേഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ ഈ ഇത്രയും ചെറിയ പ്രായത്തിലൊരു സ്ഥലത്ത് വന്നിട്ട് ഇയാൾക്ക് ഹിന്ദി പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനോ പറ്റിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതായത് എല്ലാ മികച്ച ആർട്ട് വർക്കിലും ചെറിയ പ്രശ്നങ്ങളുള്ളതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയലാറിൽ വരെ പ്രശ്നങ്ങൾ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭീകര പ്രശ്നമൊന്നുമല്ല. ഡോക്ടറെ കാണാൻ പോകുന്ന സീനിലും അങ്ങനെ പല സീനിലും ഇയാൾ ഹിന്ദി സംസാരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഹിന്ദിയിൽ ബച്ചേക്കോ ദേഖ് എന്ന് പറയുന്നതിന് പോലും പകരം പുള്ളി ട്രൈ ചെയ്യുന്നത് ബ്രോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ്. അപ്പോൾ ഇത്രയും പ്രായമായിട്ട് ഇത്രയും നാളുകളായിട്ട് ബോംബെയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഹിന്ദി വഴങ്ങില്ലേ എന്നുള്ളൊരു സംശയമാണ് എന്നെ കുഴക്കിയത്. പിന്നെ ഇതിൽ വേറൊരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണിരത്നം അല്ലെങ്കിൽ സത്യനന്ദിക്കാട് ഇതുപോലെയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കംഫർട്ട് സോൺ, അതായത് വർക്ക് ചെയ്യാനുള്ള ഒരു ടീം എന്ന് പറയുന്ന സാധനം പ്രിയദർശൻ. അപ്പം ഈ തമിഴ് സിനിമകളിലെല്ലാം ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. മൂപ്പരുടെ ഒരുപാട് നല്ല റോളുകളും പുള്ളിയുടെ ഒരു സൗകുമാര്യം, ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം ഭയങ്കര ഒരു ഐക്കോണിക് സാധനങ്ങളാണ്. അതായത് പുള്ളി വെറുതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ സീൻ ഫുള്ളാണ് എന്ന് തോന്നുന്ന ഒരു സാധനം. ചിലപ്പോൾ അതുകൊണ്ടാവാം മണിരത്നം പുള്ളിക്ക് ഇങ്ങനെ ഒരു റോള് കൊടുത്ത് പുള്ളി അങ്ങനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വേലുനായ്ക്കരുടെ മരണം എന്ന് പറയുന്നത് ഭയങ്കര കർമ്മം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് പുള്ളി ആക്ച്വലി കൊല്ലുന്നത് 2 പോലീസുകാരെയാണ്. ചെറുപ്പത്തിൽ കൊല്ലുന്നു, പിന്നെ ഒരു 10-20 വയസ്സായപ്പോൾ കൊല്ലുന്നു. ഈ ബോംബെയിൽ വെച്ച് പുള്ളി കൊലപ്പെടുത്തുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ ഇയാൾ ചെല്ലുകയും, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പം പുള്ളിയുടെ വൈഫും ബുദ്ധിക്ക് വളർച്ച കുറവുള്ള മകനും ഇവർക്ക് വേറെ ആരും ഇല്ല എന്ന് കണ്ടിട്ട് അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിക്കുകയും പിന്നീട് ലൈഫ് ലോങ്, അതായത് ടിനുവാനന്ദൻ്റെ ക്യാരക്ടർ പുള്ളിയെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു സമയം വരെ ഇവരുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. ടിനുവാനന്ദൻ്റെ ക്യാരക്ടർ പുള്ളി വിളിക്കുന്നത് നായ്ക്കർ ബാബ എന്നാണ്. അപ്പോൾ നായ്ക്കർ ബാബയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഒരു പോലീസിൻ്റെ ഡ്യൂട്ടി എല്ലാം പുള്ളിക്ക് അറിയാം. അപ്പോൾ അതങ്ങനെ പുള്ളിയുടെ ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഭയങ്കര അടിപൊളിയായിട്ട്, അത് ചില നീയൊരു കാതൽ സംഗീതം എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ അകത്ത് ശരണ്യ പൊന്മണ്ണനെയൊക്കെ കാണിക്കുന്ന ഒരു ഫ്രെയിമുകളുണ്ട്, അടിപൊളിയാണ്. ഞാനിങ്ങനെ നോക്കിയിരുന്ന് പോയ കുറേ സാധനങ്ങളാണ്. നിർബന്ധിതമായിട്ട് പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഏർപ്പെട്ടിരുന്ന ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി, ആ കുട്ടിയെ പുള്ളി ജീവിതസഖിയായിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയിലോട്ടുള്ള കുറേ വിപ്ലവകരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നായകൻ സിനിമയെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.